കോടികളുടെ ആസ്തി ആഗ്രഹിച്ചിട്ട് അത് കയ്യിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, ലോട്ടറികൾ കോടികൾ അടിച്ചിട്ടുണ്ടാവും, പക്ഷേ വീണ്ടും ദരിദ്രനായിട്ട് മാറും. നിങ്ങൾ കൊടുത്തത് എന്തോ തിരിച്ചു. അതല്ലെങ്കിൽ അവർക്കത് അർഹതയില്ലാത്തതാണ് ആയതുകൊണ്ടാവാം ഇതൊക്കെ. ഈ അഫർമേഷനിൽ എങ്ങനെയാണ് ഈ ഫോക്കസ് കൊണ്ടുവരുന്നത്? മാം അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം എനിക്കൊരു ഡൗട്ട്, എങ്ങനെയാണ് ഈ അഫർമേഷനിലൊക്കെ അവിടെ സംശയമാണെങ്കിലും വിശ്വാസമാണെങ്കിലും രണ്ടും ഫോക്കസ് ഇല്ലാതെ സംഭവിക്കും. ഫോക്കസ് ഇല്ലാതെ സംഭവിക്കപ്പെടുന്ന സമയത്ത് നമുക്കത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ട് വരാനായിട്ടുള്ള ചാൻസ് കുറഞ്ഞു പോകും. അപ്പോൾ ഈ ഫോക്കസ് ചെയ്യുന്നത് പലപ്പോഴും അതൊരു സംശയദൃഷ്ടി മനസ്സിൽ വരുമ്പോഴല്ലേ നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് കൂടുതൽ ഫോക്കസ്ഡ്, ഇത് രണ്ടും ഒന്ന് തന്നെയാണോ? അതിലിപ്പോൾ ഒരു സംശയം എന്ന് പറഞ്ഞൊരു ഫാക്ടർ വരുമോ? തീർച്ചയായിട്ടും ഉണ്ട്. അയ്യോ, ഈ ഫ്ലൈറ്റ് എനിക്ക് മിസ്സായി, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതെ, റീസെന്റ് ആയിട്ട് പോലും നമ്മൾക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ ലോ ഓഫ് പ്രിൻസിപ്പിൾസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമസ്കാരം മാം. നമസ്കാരം. ഫോക്കസ് എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു വിഷയത്തിലേക്ക് ചൂഴ്ന്നിറങ്ങി നമ്മളതിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ പല മെഡിറ്റേഷനിലും നമ്മളത് ചെയ്യുന്നുണ്ട്, പല മെഡിറ്റേഷൻ ടെക്നിക്സ് ഉണ്ട്, പലതരത്തിലാണ് കാര്യങ്ങളൊക്കെ. ഈ അഫർമേഷനിൽ എങ്ങനെയാണ് ഈ ഫോക്കസ് കൊണ്ടുവരുന്നത്? മാം അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം എനിക്കൊരു ഡൗട്ട്, എങ്ങനെയാണ് ഈ അഫർമേഷനിലൊക്കെ നമ്മൾ ഈ ഫോക്കസ് കൊണ്ടുവരേണ്ടതെന്നുള്ളത്? നമ്മുടെ പാഷൻ്റെ കാര്യം പറഞ്ഞു, റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞു. അപ്പം അതിൽ എങ്ങനെയാണ് ഈ ഫോക്കസ് അതിൽ കൊണ്ടുവരേണ്ടത്? അതെങ്ങനെയാണ് കണക്ട് ആവുന്നത്? അതായത് ഈ പ്രിൻസിപ്പിൾസ് പറഞ്ഞില്ലേ ആദ്യം, ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രിൻസിപ്പിൾസ്, അതിൽ ലോ ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ലേസർ ഫോക്കസ് എന്ന് പറയും. വളരെ സൂക്ഷ്മദർശിനി എന്ന് പറയുന്നൊരു സിനിമ നമ്മളിവിടെ ഓർത്ത് വയ്ക്കാം. അതായത് ഒരു സംശയം നമ്മുടെ ഉള്ളിൽ വന്നു, അല്ലെങ്കിൽ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വന്നു. ആ വിശ്വാസവും സംശയവും വളർന്നിട്ട് വളരെ കീനായിട്ടത് വാച്ച് ചെയ്ത് നമ്മുടെ സംശയത്തിൻ്റെയോ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ ഒരു സംഭവം കണ്ടുപിടിക്കുക. സൂക്ഷ്മദർശിനി സിനിമ കണ്ടല്ലോ അല്ലേ? അതിലവർ ലാസ്റ്റ് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ ഒരു, കാരണം ഒരു അമ്മയും മകനും മാത്രം വന്ന് താമസിക്കുന്ന ഒരു വീട്ടിൽ എന്തോ ഒരു മിസ്സിങ് അവർക്ക് അവിടെ തോന്നി. ആ ഒരു സംശയം വളർന്ന് ലാസ്റ്റ് എൻഡ് റിസൾട്ട് ക്ലൈമാക്സിൽ നമുക്ക് മനസ്സിലാവുന്നത് കണ്ടുപിടുത്തമാണ് അവിടെ. അതുപോലെ തന്നെ ഒരു സംഭവം, ഇതെങ്ങനെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ആ ഒരു വസ്തുത, ആ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ വളരെ കീനായിട്ട് വാച്ച് ചെയ്യുക, പഠിക്കുക, മനസ്സിലാക്കുക, മാക്സിമം ഫോക്കസ് അവിടെ കൊടുക്കുക. അപ്പോൾ ഈ ഫോക്കസ് ചെയ്യുന്നത് പലപ്പോഴും അതൊരു സംശയദൃഷ്ടി മനസ്സിൽ വരുമ്പോഴല്ലേ നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് കൂടുതൽ ഫോക്കസ്ഡ് ആവുക. അതെങ്ങനെയാണ് എന്നുള്ള അറിയാനുള്ളൊരു ത്വര, ഇത് രണ്ടും ഒന്ന് തന്നെയാണോ? അതിലിപ്പോൾ ഒരു സംശയം എന്ന് പറഞ്ഞൊരു ഫാക്ടർ വരുമോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ സംശയമാണല്ലോ എങ്ങനെ ഇത് സംഭവിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതിൽ സംശയത്തോടു കൂടി നമ്മൾ നോക്കി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഇങ്ങനെ വർക്ക് ചെയ്താൽ അതിൽ നമുക്ക് സംശയ നിവാരണം കിട്ടും. അതിൻ്റെ വർക്ക് മാറി, ആ സിറ്റുവേഷൻ മാറി ചെയ്താൽ നമുക്ക് സംശയമാണ് അവിടെ എന്നുള്ളത് എങ്കിൽ ഈ സംശയ നിവാരണം നടത്താൻ വേണ്ടി ആ മൂവി പറയുന്ന പോലെ തന്നെ ലാസ്റ്റ് അവരുടെ സംശയ നിവാരണം നടന്നു, റിസൾട്ടും പുറത്തു വന്നു. അപ്പോൾ നമ്മൾ അതിനെ എത്രമാത്രം കീനായിട്ട് അത് വാച്ച് ചെയ്ത് സംശയ നിവാരണം നടത്തി ഇതിലേക്ക് എത്തണം, ലോ ഓഫ് അട്രാക്ഷനിലേക്ക് എത്തണം. അതിൽ ഫോക്കസ് കംപ്ലീറ്റ് കൊടുക്കുക, എങ്കിലാണ് നിങ്ങളുടെ സംശയം അവിടെ മാറുള്ളൂ. ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യാണ്, യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ബിസിനസ് ചെയ്യേണ്ടത് എന്നറിയാതെ ബിസിനസ് ചെയ്താൽ അദ്ദേഹത്തിന് ഫോക്കസ് നഷ്ടപ്പെടും. എന്തൊക്കെയോ രാവിലെ തുടങ്ങി വൈകിട്ട് വരെയും ഈ 18 മണിക്കൂറിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. സ്വസ്ഥമില്ലാത്ത ഉറക്കം അവിടെ ആയിരിക്കാം, ടെൻഷനായിരിക്കും, ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ഫോക്കസ് കിട്ടില്ല ഒരു കാര്യത്തിലും. ഉറക്കത്തിൽ പോലും ഫോക്കസ് ഉണ്ടാവില്ല. ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിയുണരും, പേടിയായിരിക്കും, ഭയമായിരിക്കും ഉള്ളിലുണ്ടാവുക. ഇവിടെയൊന്നും അദ്ദേഹത്തിന് ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഫോക്കസ് ഉണ്ടാവണം എന്നില്ല. അവിടെ സംശയമാണെങ്കിലും വിശ്വാസമാണെങ്കിലും രണ്ടും ഫോക്കസ് ഇല്ലാതെ സംഭവിക്കപ്പെടും. ഫോക്കസ് ഇല്ലാതെ സംഭവിക്കപ്പെടുന്ന സമയത്ത് നമുക്കത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ട് വരാനായിട്ടുള്ള ചാൻസ് കുറഞ്ഞു പോകും. അവിടെയാണ് ലേസർ ഫോക്കസ് എന്ന് പറയുന്നൊരു സംഭവം വർക്ക് ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ലേസർ ഫോക്കസ്. നിങ്ങൾ എത്രത്തോളം അതിൽ ഉൾക്കൊണ്ട് നിന്ന് മനസ്സിലാക്കുന്നോ, എത്രത്തോളം നിങ്ങളത് നിങ്ങളിലേക്ക് ആകർഷിക്കുന്നുവോ, അതിനെങ്ങനെയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ആ രീതിയിൽ അപ്ലൈ ചെയ്താൽ ഈ പറയുന്ന ലോ ഓഫ്
ഫോക്കസ് നമുക്കതിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ലോസ് ഓഫ് അട്രാക്ഷൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് പല രീതിയിലുള്ള പ്രിൻസിപ്പിൾസ് ആണ് അല്ലേ മാം? അതെ, നമ്മൾ എന്തൊക്കെയാണ് അതിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതെ, കാരണം നമ്മൾ ആദ്യം ചോദിച്ചു വെച്ച പോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുമോ എന്നുള്ളൊരു സംശയമുണ്ടല്ലോ. ആ ഒരു സംശയത്തിന്റെ നിവാരണമാണ് നമ്മുടെ ഇവിടെ നടത്തുന്നത്. ഒരു 10 പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ഞാനിവിടെ അനേകം പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതിൽ 10 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇത്തരം പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് ഈ പറയുന്ന നമ്മുടെ അഫോർമേഷൻസിൻ്റെയും അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ്റെയും ഫുൾഫിൽ ആക്കുന്ന അവസ്ഥ, നമ്മളത് ആ ഫ്രൂട്ട്ഫുള്ളായിട്ട് നമ്മളത് കഴിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, ആസ്വദിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ നമ്മളിലേക്ക് അത് സംഭവിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും എന്നുള്ള ഒരു റിസൾട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നൊരവസ്ഥ ഇതിൽ സംഭവിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രിൻസിപ്പിൾസിനെ നമ്മൾ എങ്ങനെയാണെങ്കിലും ഫോളോ ചെയ്തേ പറ്റും. ഈ നമ്മൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാം നമുക്കുള്ളതായിരിക്കില്ല. അപ്പം നമ്മൾ എല്ലാത്തിനെയും അട്രാക്റ്റ് ചെയ്യരുത് എന്നുള്ളത്, ചിലത് നമുക്ക് നല്ലതിനായിരിക്കില്ല എന്നുള്ളത് പറയാറുണ്ട്. എല്ലാം അട്രാക്റ്റ് ചെയ്ത് നമ്മൾ വെക്കരുത് എന്നുള്ളത്. ഇപ്പം അത് മണിയുടെ കാര്യത്തിലാണെങ്കിലും ചിലർക്ക് പുറം രാജ്യങ്ങളിൽ പോകാനുള്ളൊരു ചിന്തയുണ്ടാവും. അപ്പോൾ ചിലവർക്കത് നല്ലതിനായിരിക്കും, ചിലവർക്കത് നടക്കാത്തത് പോലും അതിനൊരു റീസൺ ഉണ്ട് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ആ ഒരു സിറ്റുവേഷൻ വരേണ്ടതായിരിക്കില്ല. പക്ഷെ നമ്മളുടെ ഒരു എനർജി യൂസ് ചെയ്ത്, നമ്മൾ ആ ഒരു ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്ത് നമ്മൾ അതിനെ വിളിച്ചു വരുത്തുന്നതാണ്. ഇത് പലപ്പോഴും ചിലരിലെങ്കിലും അപകടത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കാറുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അതിന് സയൻസ് ഉണ്ട്. 3 വട്ടം 4 വട്ടം നമുക്കതിനൊരു മുടക്ക് വരും. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളൂ. ഫോർ എക്സാമ്പിൾ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ചില അപകടങ്ങളിൽപ്പെടുന്ന ഫ്ലൈറ്റിൽ ആഫ്റ്റർ ന്യൂസൊക്കെ വന്ന് കഴിയുമ്പം നമ്മൾ ചിലരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലരുടെ ഒരു ബൈറ്റ്സ് ഒക്കെ കേൾക്കാം, അയ്യോ ഈ ഫ്ലൈറ്റ് എനിക്ക് മിസ്സായി, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതെ, റീസെന്റ് ആയിട്ട് പോലും നമ്മൾ കണ്ടതാണ് അപകടത്തിൽ നിന്ന് ഒരു സ്ത്രീ രക്ഷപ്പെട്ടത്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ ലോ ഓഫ് പ്രിൻസിപ്പിൾസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നീ അങ്ങനെ അതിൽ പോയി പെടണ്ട, അല്ലെങ്കിൽ നിനക്കത് പറഞ്ഞിട്ടില്ലാത്തതാണ് എന്നുള്ള സയൻസ് കാണിച്ചു തരും. ഓക്കെ, അപ്പം നമുക്ക് ആ ഇൻഡിക്കേഷൻസ് കിട്ടും എന്നാണ് മാം? തീർച്ചയായിട്ടും കിട്ടും. ഇൻഡിക്കേഷൻസിൽ നമ്മളത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച ഫോക്കസ്, അതിലെന്തുകൊണ്ടത് ഞാൻ ഇത്ര വർക്ക് ചെയ്തിട്ടും അതെനിക്ക് സംഭവിക്കാഞ്ഞത്, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഫസ്റ്റ് പ്രൈസ് നഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അയ്യോ അത് ഫസ്റ്റ് പ്രൈസ് നഷ്ടപ്പെട്ടു പോയല്ലോ, എനിക്കതിലൂടെ ഇല്ല. സെക്കൻഡ് പ്ലേസിൽ വന്ന വിജയി വളരെയധികം നല്ല പൊസിഷനിലേക്ക് പോകുന്നത് ഒരുപാട് കേസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇല്ലേ? ഒരുപാട് റിയാലിറ്റി ഷോസിലൊക്കെ സെക്കൻഡ് പ്ലേസിൽ നിൽക്കുന്നവര് വിജയിച്ചു പോവുകയും ഫസ്റ്റ് പ്ലേസിൽ ആ സമയത്ത് അലങ്കരിച്ച ആ ഒരു സ്ഥാനം അപ്പോൾ മാത്രമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അത് അവരുടെ ആ ഒരു അത്ര തീവ്രമായ ആഗ്രഹം കൊണ്ട് സംഭവിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ അത് ലോങ് റണ്ണ് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടും ഉണ്ടാവില്ല. പക്ഷേ സെക്കൻഡ് പൊസിഷനിൽ വന്ന ആൾക്ക് ഇത് സാധിച്ചു. അദ്ദേഹത്തിന് അവിടെ സംശയങ്ങൾ പല കാര്യങ്ങളും ഉണ്ടായെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് അത് ആപ്റ്റായിരുന്നു, അവിടെ സംഭവിച്ചു. എപ്പോഴൊക്കെയോ ഇദ്ദേഹം ഈ ഫസ്റ്റ് പൊസിഷൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ. അതെ അതെ. അപ്പോൾ ആ ആഗ്രഹിച്ച ആ ഒരു എനർജി പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെട്ടു. ആ സമയത്ത് അത് സംഭവിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇദ്ദേഹത്തിലേക്ക് വരേണ്ടിയിരുന്ന ഈ അനുഗ്രഹങ്ങളെ അവിടെ ബ്രേക്കായി പോകുമായിരുന്നു. സയൻസ് ഉണ്ട് ചിലത്, ആ സയൻസിനെ നമ്മൾ ഫോളോ ചെയ്തേ പറ്റൂ. ചില കാര്യങ്ങളെ അവിടെ നിരാശപ്പെട്ടിട്ട് കുറേ ഇങ്ങനെ കേഴ്സ് പോലെയൊക്കെ സംസാരിച്ചിട്ട്, വാക്കുകൾക്ക് അപാര ശക്തിയാണ്. നമ്മൾ ആ സമയത്ത് ഇത് കിട്ടാതെ വരുമ്പോൾ ഒക്കെ വളരെയധികം വിഷമിക്കുക, പരിതപിക്കുക, മീൻസ് കേഴ്സ് പോലെയൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാ ശക്തികൾ കറങ്ങിത്തിരിഞ്ഞ് അവരവരുടെ ദേഹത്ത് തന്നെയാണ് അതിൻ്റെ ശക്തി വന്ന് ഉദ്ഭവിക്കുന്നതും വന്ന് അവസാനിക്കുന്നതും. അപ്പം അത്തരം പ്രവൃത്തികളിലേക്ക് പോവാതെ എന്താണ് സംഭവിച്ചത്, ആദ്യം നമ്മളൊരു പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിൽ, നിങ്ങളുടെ കപ്പാസിറ്റി എന്താണ്, നിങ്ങൾക്ക് ഈ സംഭവത്തെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഈ കാര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് ലോങ് റണ്ണ് കൊണ്ടുപോകാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ, അത് നിങ്ങൾ തിരിച്ചറിയുക. നമ്മുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതാണ് ഒരുപാട് ഇപ്പം കോടികളുടെ ആസ്തി ആഗ്രഹിച്ചിട്ട് അത് കയ്യിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ലാത്ത ഒരാളാണെങ്കിൽ, നമ്മളൊക്കെ കേട്ടിട്ടില്ലേ ലോട്ടറികൾ കോടികൾ അടിച്ചിട്ടുണ്ടാവും, പക്ഷേ വീണ്ടും ദരിദ്രനായിട്ട് മാറും. ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അതെ, അതല്ലെങ്കിൽ അവർക്കത് അർഹതയില്ലാത്തതാണ് ആയതുകൊണ്ടാവാം. ഇതൊക്കെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഈ പറയുന്ന പോലെ നമ്മൾ ആരെങ്കിലും കാണിക്കാൻ, ഇപ്പം ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് പൈസ ഉണ്ടാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടി വാങ്ങിച്ചിട്ട് വേണം, ഇങ്ങനെ മീൻസ് നേടിയിട്ട് വേണം ഒരാളെ കാണിക്കാൻ. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല, ഒട്ടും വർക്ക് ചെയ്യില്ല. നിങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തണ്ട, നിങ്ങൾ ആരെയും കാണിക്കുകയും വേണ്ട, ആരോടും വാശിയും വേണ്ട. ഒരുപാട് ഈ പറയില്ലേ സത്യസന്ധമായ പ്രിൻസിപ്പിൾസ് ഇതിലുണ്ട്.
ഇതിൽ നമുക്ക് പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യമുണ്ട്, ഗിവിങ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി, ലോ ഓഫ് ഗിവിങ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി. നമ്മൾ കൊടുക്കൽ വാങ്ങൽ നടത്തുകയും അല്ലെങ്കിൽ നമ്മളൊരു ആളെ പരിഗണിക്കേണ്ട രീതിയും ഒരു കാര്യത്തെ സമീപിക്കേണ്ട രീതിയിലും വാശിയോ വൈരാഗ്യമോ വെച്ചുകൊണ്ട് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനെ സമീപിച്ചാൽ അത് നടക്കില്ല. ഇപ്പോൾ പലരും നമ്മളൊരു അസറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു കാർ അത് അവർ കാണണം, അല്ലെങ്കിൽ അവർ ഇത്ര വാങ്ങിച്ചു അപ്പോൾ ഇതിനേക്കാളും വലുത് എനിക്ക് വാങ്ങിച്ച് കാണിക്കണം, അങ്ങനെയുള്ളൊരു ചിന്തയിലാണ് എല്ലാവരും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതെ. ഇപ്പം ഈ അഫർമേഷൻ്റെ കാര്യമാണെങ്കിൽ തന്നെ അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ ഈസി ആയിട്ട് നമുക്കത് അച്ചീവ് ചെയ്യാമെന്നുള്ളതാണ്. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും ചെയ്യുന്നത്. എന്നിട്ട് പരാതിയും പറയും, അയ്യോ അത് വെറും ഫേക്കാണ്, നടക്കുന്നില്ല എന്നുള്ളത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, നമ്മുടെ ഉള്ളിലെ 20% നമ്മൾ നമുക്കറിയാം നമ്മൾ എന്താ ഉദ്ദേശം എന്ന്, ഹിഡനായി കിടക്കുന്ന ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് വർക്ക് ചെയ്യില്ല, കാരണം ആ ഉദ്ദേശം നല്ലതല്ല. അത് വർക്ക് ചെയ്യാതെ വരുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ തെറ്റാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലെ ഹിഡൻ ഉദ്ദേശം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക, കാണിക്കുക, വാശി തീർക്കുക. ഇവിടെ ഇതൊന്നും പ്രാവർത്തികമാവില്ല. ഇത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മളെ വാച്ച് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. നമ്മൾ അങ്ങോട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുമ്പോഴും നമ്മളെ തിരിച്ചും ഫോക്കസ്ഡ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. സൂക്ഷ്മദർശിനിയിലൂടെ ലേസർ ഫോക്കസ് കൊണ്ട് വാച്ച് ചെയ്യുന്നതുണ്ട്. ആ ലേസർ ഫോക്കസ് നമ്മളുടെ പ്രവൃത്തി, നമ്മളുടെ ചിന്ത, നമ്മൾ കൊണ്ടുപോകുന്ന റൂട്ട് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ അത് കട്ടാവും. അവിടെ ലോ ഓഫ് അട്രാക്ഷന് വാല്യൂ ഇല്ല, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ വെറുതെയാണ് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. നിങ്ങൾ കൊടുത്തത് എന്തോ തിരിച്ചു കിട്ടും. അപ്പോൾ എന്താണ് ഇതിൽ ഈ ഹോസ്പിറ്റാലിറ്റി മാം ഉദ്ദേശിച്ച? ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അതിഥിയെ സ്വീകരിക്കുമ്പോൾ നമ്മൾ മാക്സിമം നമ്മളുടെ ഒരു നല്ലൊരു ഫേസ് അല്ലേ അവിടെ കാണിക്കുന്നത്. ഒരു പക്ഷേ അല്ലെങ്കിൽ സന്തോഷമായിരിക്കാം, യഥാർത്ഥത്തിൽ സന്തോഷമായിരിക്കാം, നല്ല ഫേസ് ആയിരിക്കാം. ഇതിൻ്റെ ആ ഒരു ഹിഡൻ സൈഡ് നിൽക്കുന്ന നിങ്ങളുടെ ആ ഇമോഷൻസിനെ എല്ലാം നിങ്ങൾ കട്ട് ചെയ്യാൻ, നിങ്ങൾ എന്താണോ ഫേസിൽ അവർക്ക് സന്തോഷം തോന്നിയ കാര്യം നിങ്ങൾ ഫേസിൽ വരുത്താൻ ശ്രമിച്ചത്, ആ സംഭവത്തെ നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കൂ, യഥാർത്ഥത്തിലേക്ക് കൊണ്ടുവരൂ. ആ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരും സന്തോഷമാണ്, നമ്മളും സന്തോഷമാണ്. ഹിഡൻ ഫേസിലുള്ള ആ ഒരു അലോസരപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയ ഒരു അവസ്ഥയെ കംപ്ലീറ്റ്ലി നിങ്ങൾ റെസ് ചെയ്യൂ. അത് വേണ്ട നമുക്ക്, അത് നല്ലതല്ലാത്തൊരു കാര്യത്തെ നമ്മൾ എന്തിനാണ് ക്യാരി ചെയ്യുന്നേ? എന്നിട്ട് വീണ്ടും റീതിങ്ക് ചെയ്യുക, ഞാനത് ചെയ്ത് ശരിയല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് കാര്യം ശരിയല്ലോ. അവിടെ നമ്മൾ അതിനെ ഒരു വെട്ടിത്തിരുത്തൽ വരുത്തുക. എന്താണോ ഞാൻ ഉള്ളിൽ അനുഭവിക്കുന്നത് അത് മുന്നിലും ഉണ്ടാവുക. ആ ഒരു ഹോസ്പിറ്റാലിറ്റി, അത് അവർക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യമാണെങ്കിൽ തിരിച്ച് നമുക്കും സന്തോഷം കിട്ടും. അവിടെ ഒരു ഗിവ് ആൻഡ് ടേക്ക്, സന്തോഷമായ ഒരു അവസ്ഥ സംഭവിക്കപ്പെടും. ഇവിടെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. അതാണ് ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പം വീണ്ടും ആവർത്തി നമ്മളൊരു അതിഥിയുടെ ഒരു ഗസ്റ്റിൻ്റെ ആയിട്ട് നമ്മളൊരിടത്തേക്ക് പോകണം എന്നുണ്ടെങ്കിലും, നമ്മളെ കണക്ട് ചെയ്യുന്ന പലരോടും നമ്മൾ സൗഹൃദങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലെ തീവ്രമായ പ്യൂറായ സ്നേഹം കാണുമ്പോഴല്ലേ നമ്മൾ വെക്കുള്ളൂ. അല്ലാത്തടത്ത് നമ്മളവിടെ പോവുകയോ വയ്ക്കുകയോ ചെയ്യും. വൺസ് ഒരിക്കൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് ഇവർ ഉള്ളിലുള്ളതല്ല പുറമേയുള്ള അവരുടെ കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ വരുന്നത്, അല്ലെങ്കിൽ അവർ പുറമേ കാണിച്ചതല്ല ഉള്ളിൽ അവരാ ഗോ ത്രൂ ചെയ്തത് ആ സിറ്റുവേഷനിൽ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളവിടെ വീണ്ടും പരീക്ഷണാർത്ഥം പോലും നമ്മൾ പോവില്ല, അല്ലേ? അതെ. അപ്പോൾ ആ ഒരു പരീക്ഷണം റിയലായിട്ട് ചെയ്യൂ, പരീക്ഷിക്കണ്ട, റിയലായിട്ട് നിങ്ങളാകൂ. അത് അവിടെ ഇതിപ്പോൾ നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നേ. ലോ ഓഫ് അട്രാക്ഷൻ മറ്റൊരാളുടെ മുന്നിൽ കാണിക്കാനല്ല, സ്വയം നമ്മളെ തിരുത്താനും നമുക്ക് ഉള്ള കാര്യങ്ങൾ ഒരു റൂട്ട് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അവിടെയും നിങ്ങൾ ഇത്തരത്തിലുള്ള സംശയവും ഇത്തരത്തിലുള്ള ചിന്താഗതികളും കൊണ്ടിട്ട് പിന്നെ വീണ്ടും അതിനെ ഫോളോ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പ്യൂറായൊരു ഹോസ്പിറ്റാലിറ്റി ഇതിനോടും കാണിച്ചാൽ തിരിച്ചും നിങ്ങളിലേക്കും അത് സംഭവിക്കപ്പെടും. നമസ്കാരം. താങ്ക് യു.